ഇന്ന് നമ്മൾ എൻട്രൻസ് ക്ലാസ്സിന് വേണ്ടി ഒരു ക്ലാസ് തുടങ്ങുകയാണ്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഇവിടെ നീറ്റിനുള്ളവരുണ്ട്, എഞ്ചിനീയറിംഗ് എഴുതാൻ പറ്റുന്നവരുണ്ട്, അത് കീമെ, IIT, JEE, അതുപോലെ ICAR, NDA ഒക്കെ എല്ലാം എഴുതാനുള്ള പലരുടെയും മനസ്സിൽ ഓരോന്നോരോന്ന് തെളിഞ്ഞു കണ്ണ് കാണും. അതിനെയൊക്കെ ബേസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെയാണ്. എഞ്ചിനീയറിംഗ് എടുക്കണമെങ്കിൽ ബയോളജി വേണ്ടാതെ മാത്സ് മാത്രമായിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. മാത്സ് നീറ്റ് എഴുതുന്നത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ബയോളജിക്ക് ബോട്ടണിയും സുവോളജിയും ഉണ്ട്. ഓരോന്നിനും 45 ക്വസ്റ്റ്യൻ വീതമാണുള്ളത്. കെമിസ്ട്രിക്ക് 45, ഫിസിക്സിന് 45, ബോട്ടണി 45, സുവോളജി 45. അങ്ങനെ മൊത്തം 180 ക്വസ്റ്റ്യനിലാണ് 3 മണിക്കൂർ കൊണ്ട്, അതായത് 180 മിനിറ്റ് കൊണ്ട് 180 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണം. അപ്പോൾ ആലോചിച്ച് നോക്കി, ഒരു ക്വസ്റ്റ്യന് കിട്ടുന്നത് 1 മിനിറ്റാണ്. അപ്പൊ ആ 180 മിനിറ്റും നിങ്ങൾ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലക്ഷ്യം നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റുള്ളൂ. നീറ്റ് എന്നുള്ള ലക്ഷ്യം. അപ്പം വളരെ തുച്ഛമായ സീറ്റുകൾ മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളതെന്ന് നമുക്കറിയാം. കേരളത്തിലും വളരെ സീറ്റ് പരിമിതമാണ്. ലക്ഷക്കണക്കിന് പേരാണ് എഴുതുന്നത്. പക്ഷെ നിങ്ങൾ അതിലെല്ലാം ഒന്നാമതാവണമെങ്കിൽ ഇപ്പോഴും തന്നെ ഈ നിമിഷം തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇത് നേടിയെടുക്കാവുന്നേ ഉള്ളൂ, എൻ്റെ അനുഭവത്തിൽ കൂടെ തന്നെ. കാരണം ഇത്രയും വർഷത്തെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. 1994 മുതലുള്ള അനുഭവം വെച്ച് പറയുകയാണ്. അന്നോട്ട് എൻട്രൻസ് ഫീൽഡിലാണ്. അതിനുള്ള അനുഭവം വെച്ച് പറയുകയാണ്, നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്നതിനെ ബേസ് ചെയ്ത് അപ്പോൾ തന്നെ എൻട്രൻസിലേക്ക് അങ്ങ് കൺവേർട്ട് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചിലർ ഒരു ചാപ്റ്റർ തീർന്നിട്ടേ പഠിക്കൂ എന്നുള്ള ലെവലിലാണ് ചിലരിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. ചാപ്റ്ററിന്റെ തിയറിയുടെ കൂടെ തന്നെ എൻട്രൻസ് കൂടെ പോവുക. എന്ത് രസമാണെന്നറിയാമോ? നമ്മൾ സദ്യ കഴിക്കുമ്പോൾ ആ സദ്യക്ക്, അല്ലെങ്കിൽ നമ്മൾ ആരോമലിന്റെ ബർത്ത്ഡേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ ബർത്ത്ഡേക്ക് ആരോമൽ നമ്മൾ ക്ഷണിക്കും. നമ്മളെല്ലാവരും കൂടെ ചെന്ന് ബർത്ത്ഡേക്ക് നമുക്ക് സുന്ദരമായ ഒരു സദ്യ നമുക്ക് തരികയാണ് ഈ കോവിഡ് കാലത്ത്. അങ്ങനെ തരുമ്പോൾ നമ്മൾ വളരെ സന്തോഷമായിട്ട് ആരോമലിനെ നമ്മൾ സ്വീകരിക്കുകയും ആരോമൽ നമുക്ക് സുന്ദരമായ സദ്യ തരികയും ചെയ്യുന്നു. ആ സദ്യ തരുന്ന സമയത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് നമ്മൾ സദ്യക്കിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ വിഭവങ്ങളും നമ്മുടെ ഇലയിലുണ്ട്, നമ്മുടെ പാത്രത്തിലുണ്ട്, എല്ലാം കൊണ്ട് വച്ചിരിക്കുകയാണ്. നമ്മൾ ചിലരെന്ത് ചെറിയ ചോറ് മാത്രം വാരത്തിന്നിട്ട്, പിന്നെ അത് കഴിഞ്ഞ് പരിപ്പ് വാരത്തിന്നിട്ട്, പിന്നെ അത് കഴിഞ്ഞ് സാമ്പാർ വാരത്തിന്നിട്ട്, പിന്നെ അവിയൽ മൊത്തം വാരത്തിന്നിട്ട്, പിന്നെ ഓരോന്നോരോ തീർന്നാ പോകുന്നത്. അങ്ങനല്ല ചെയ്യേണ്ടത്. നമ്മളെല്ലാം കൂടെ ചേർത്ത് അതൊന്ന് വിരകി അതിനെ ഒന്ന് ശരിയാക്കി ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി അടിച്ച് ഉരുട്ടി നമ്മളൊന്ന് കഴിച്ചു നോക്കി. അതിന്റെ ടേസ്റ്റ് മറ്റൊന്നായിരിക്കും. എന്നിട്ട് കൂടെ ആ സാമ്പാർ എടുത്ത് ഇതൊക്കെ എടുത്തുന്ന ആ കറി കൂടെ അതിന്റെ കൂടത്ത് കഴിച്ചു നോക്കി. എന്ത് രസമായിരിക്കും. സൈമൾട്ടേനിയസ് ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. തിയറി പഠിക്കുമ്പോൾ തന്നെ അതിന്റെ കൂടെ തന്നെ പോട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. അതിന്റെ കൂടെ തന്നെ എൻട്രൻസ് റിപ്പോർട്ട് പോയാൽ നിങ്ങൾ വിചാരിച്ചത് എന്താണോ അത് നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ സാധിക്കും. അല്ലാതെ അവസാനം ഒരു ചാപ്റ്റർ തീർന്നിട്ട് നിങ്ങൾ പോകരുത്. എന്ത് പഠിക്കുന്നു, ഇപ്പൊ ഇന്നൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ ആ പഠിക്കുന്നതിനെ ബേസ് ചെയ്ത് ആ എൻട്രൻസിലൊന്ന് പഠിച്ചു പോയി എളുപ്പമായിട്ട് നിങ്ങൾക്ക് എൻട്രൻസ് കൈകാര്യം ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ദീസ് 3 ചാപ്റ്റർ സബ്ജക്റ്റ്. 3 ബയോളജി ഒറ്റയാണെങ്കിലും 3 അതിൻ്റെതായ രീതിയിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്
നിങ്ങൾ 2 കൊല്ലം നിങ്ങൾ മെനക്കെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഈ സാധനം NES എന്ന സാധനം നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. അനുഭവം കൊണ്ട് പറയുക. നിങ്ങൾ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് പറയാം. ഒരുപാട് പഠിപ്പിച്ച അനുഭവം കൊണ്ട് പറയുക. എവിടേക്കാണെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഒരു ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ തിയറി പഠിപ്പിക്കുക, അതിന്റെ കൂട്ടത്തിൽ കൂടെ ഇതിന്റെ കൂടെ അങ്ങ് പോവുക. നീറ്റ് എഴുതാനാണെങ്കിൽ 45, 45, 45. കീം എഴുതാണെങ്കിൽ 22 ക്വസ്റ്റ്യൻ ആണ് കീമില് ഫിസിക്സ്, 48 ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രി. ബാക്കിയുള്ള പിന്നെ 180 ക്വസ്റ്റ്യൻ പ്രത്യേകം എഴുതണം മാത്സ് ആണ് കീമിന്റെ പ്രത്യേകത. IIT 30 ക്വസ്റ്റ്യൻ ആണ് ഓരോ സബ്ജക്റ്റിനുള്ളത്, കെമിസ്ട്രി ഫിസിക്സ് ഉള്ളത്. അതുപോലെ ഓരോന്നിനും ഇതെല്ലാം ഈ 3 സബ്ജക്റ്റും ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വരുന്നതാണ്. ഇത്രയും ഈ ഭാഗം ഇത്രയും ഉള്ളത്. നിങ്ങളത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കരുത്. തിയറിയും നിങ്ങൾക്ക് അപ്പോൾ ബലപ്പെടും, നന്നായി ബലപ്പെടും. ഒരു ചാപ്റ്റർ തീർന്നിട്ടേ ഞാൻ എൻട്രൻസ് പഠിക്കുന്നതല്ല ഒരാൾ മാറ്റുക. ഒരു പോയിന്റ് പഠിക്കുമ്പോൾ തിയറിയുടെ ഒരു പോയിന്റ് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ന് ട്യൂഷൻ എടുത്ത് പഠിപ്പിച്ചു, അതിനെ ബേസിൽ എൻട്രൻസ് കംപ്ലീറ്റ് അങ്ങ് പഠിക്കുക. അതിനുള്ള ടെസ്റ്റ് ആർ അവൈലബിൾ. നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ ഇവിടെ തന്നെ ടെസ്റ്റുകളുണ്ട്, നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങളെടുത്ത് അങ്ങ് പഠിക്കണം. ഓരോ സെക്ഷൻ പഠിക്കണം, അല്ലാതെ നിങ്ങൾ മാറ്റി വെക്കരുത്. ഞാനിപ്പോൾ എന്തായാലും ശരി നിങ്ങളുടെ മുന്നിലേക്ക് കുറച്ച്, അതായത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ പോവാണ്. അതാദ്യം നിങ്ങൾ അറിയേണ്ടത് നമ്പർ ഓഫ് മോൾസ് അത് കണ്ടുപിടിക്കാൻ ആദ്യം അറിയണം. ഇതിലൊരുപാട് കിടന്ന് പഠിക്കുകയൊന്നും വേണ്ട. ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ആ തിയറിയിലായാലും എൻട്രൻസിലായാലും മാസ് തന്നാൽ അതിനെ മോളിക്കുലാർ മാസ് ഡിവൈഡ് ചെയ്യുക. മോളിക്കുലാർ മാസ് ബൈ മോളിക്കുലാർ മാസ്. അതല്ല വോളിയം ആയിരുന്നെങ്കിൽ V ബൈ അതിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ലിറ്ററിലാണ്, ഇത് ലിറ്ററിലാണെങ്കിൽ ഇത് ലിറ്ററിൽ, ML ആണെങ്കിൽ ഇതിനെ 20,400 ആക്കുക. അത്രയേ ഉള്ളൂ. ഇനി അതല്ല മോളിക്യൂൾസ് ആണ് തരുന്നതെങ്കിൽ N ബൈ മോളിക്യൂൾസ് N തരുകയാണെങ്കിൽ അതിനെ 6.02 10⁻23 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങളെ ഇത് എളുപ്പമുള്ള മാർഗം, ഇതൊന്നും ഓർത്ത് വെച്ച് തിയറി മാത്രമല്ല നിങ്ങൾ എളുപ്പമാകുന്നത്. എൻട്രൻസ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റും. വളരെ നിഷ്പ്രയാസമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലാർ മാസ്. വോളിയം തരുവാണെങ്കിൽ വോളിയം ബൈ 20.4. N തരുവാണെങ്കിൽ N ബൈ 6.02 10⁻23. ഇത് ആദ്യം ഒന്ന് നോട്ട് ചെയ്ത് ആദ്യം ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് എൻട്രൻസ് പഠിക്കാൻ പോവാണ്. തിയറി ഒപ്പം പോവും. ഒന്ന് എഴുതിക്കേ. നമ്പർ ഓഫ് മോൾസ് എന്ന് എഴുതിയിട്ടെന്ന് ഒന്ന് ഒരു ബോക്സിനകത്ത് വെക്കുക. നിങ്ങൾ ബൈഹാർട്ട് ആക്കുക, ഇപ്പൊ തന്നെ ബൈഹാർട്ട് ആക്കുക. മാസ് ബൈ മോളാർ മാസ്, വോളിയം ബൈ 20.4, N ബൈ 6.02 10⁻23. എല്ലാം എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ആക്കിയിട്ട് ഒറ്റ പോയിന്റ്, ഒരു പോയിന്റ് കാണിക്കാനായിട്ട് ഒരു ഡോട്ട് ഒരു ഇതെങ്കിലും ഇടുക, ബുള്ളറ്റ് മാർക്ക് ഇടുക. മോളാർ മാസ്, മാസ് ബൈ മോളാർ മാസ്, അല്ലെ വെയിറ്റ് ബൈ മോളാർ മാസ്. മാസ് എന്നോ വെയിറ്റ് എന്നോ എഴുതിയാലും മതി. വെയിറ്റ് ബൈ മോളാർ മാസ് എന്തുകൊണ്ടായിട്ട് എടുക്കുന്നു. മാസ് ബൈ മോളാർ മാസ്. എണ്ണെന്ന് പറയാൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് തരുവാണെങ്കിൽ ഇത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താണ്. വി വോളിയം തരുവാണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മോളിക്യൂൾസ് തരുവാണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വോളിയം തരുവാണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മാസ് തരുവാണെങ്കിൽ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. അതാണ് നമ്പർ ഓഫ് മോൾസ് വിളിക്കുന്നത്. ക്വസ്റ്റ്യൻ തരട്ടോ? എഴുതി കഴിഞ്ഞോ? തരാം. യെസ്, ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി നമ്പർ ഓഫ് മോൾസ്. Find the number of moles of
number of moles of 1.6 gram methane. 1.6 gram methane. അപ്പോൾ ഞാൻ എഴുതാൻ പോവാ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു, ഇതിനകത്ത് ഫോർമുല ഏത് ഉപയോഗിക്കും? മാസ് അല്ലേ അറിയിക്കുന്നത്, അതുകൊണ്ട് ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ എഴുതേണ്ടത് മാസ് ബൈ മോളാർ മാസ്. അറിയിക്കുന്ന മാസ് എത്ര? 1.6 ആണ്. ബൈ മോളാർ മാസ് എടുക്കാം. CH4 മോളാർ മാസ്. പ്രാക്ടീസ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവും. ഇത് 12 അല്ലേ? 12. ഇതെത്ര? ഹൈഡ്രജൻ 1 അല്ലേ? 4. 16. 1.6 by 16 that's equal to 0.1 mole എന്ന് വരും ആൻസർ. എന്ത് എളുപ്പമാണ് നോക്കി. ഇത് ആദ്യം ആയതുകൊണ്ട് കുറെ കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം മാസ് ബൈ മോളിക്കുലർ മാസ് കിട്ടാത്ത പാടേ ഉള്ളൂ. ഇവിടെ കാൽക്കുലേഷൻ ഉപയോഗിക്കാൻ പാടില്ല, കാൽക്കുലേറ്റർ കൊണ്ടുപോകാൻ പാടില്ല, കാൽക്കുലേറ്റർ പിന്നെ മറ്റൊന്നും കൊണ്ടുപോകാൻ പാടില്ല, വാക്സിനൊന്നും അകത്ത് കയറ്റത്തില്ല. വാക്സിനെല്ലാം വെളിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇല്ല ഒന്നും ബട്ടൺ, ഒരു പക്ഷേ ബട്ടൺ വെച്ച് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു. ഡ്രസ് കോഡൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, എനിവേ മാസ് ബൈ മോളാർ മാസ്. ഡൗട്ട് ഇല്ലല്ലോ? കാരണം തരട്ടെ എഴുതി. ഫൈൻഡ് ദി നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ഇൻ 1.12 ലിറ്റർ 1.12 ലിറ്റർ ഓക്സിജൻ. 1.12 ലിറ്റർ ഓക്സിജൻ. ശരി, ഏത് ഫോർമുല എങ്ങനെ ഉപയോഗിക്കും? മോളാർ മാസ് ഏത് ഫോർമുല ഉപയോഗിക്കും? മോളിക്യൂൾസ് ഈക്വൽ മോൾസ് ഈക്വൽ ടു ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടത്? V by 22.4 ലിറ്റർ തന്നെ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ 1.12 by 22.4 കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരും? Point zero five more. വേറെ ദിവസം തരട്ടെ. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ ചെയ്യണം. എഴുതി. Find the number of moles. Find the number of moles which contain 3.01 in 10 raised to 25 molecules. 25 molecules. ശരി, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഏത് ഫോർമുല ഉപയോഗിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് തരാം. കിട്ടിയോ?
താമസിക്കുന്നു. ലഭിക്കേണ്ടത് ഉപയോഗിച്ചത് n by 6.02 into 10 raised to 23. n 3.01 10 raised to 25 by 6.02 10 raised to 23. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 1/2, അതായത് 0.5 into 10 raised to 1. ഇത് അങ്ങനെ പോകുമ്പോൾ 10 raised to 2 ആവും. എന്ന് പറഞ്ഞാൽ 50 moles അല്ലേ? വരൂല്ലേ? കറക്റ്റാണ് നോക്കി. 50 moles. ഇതിലൂടെ പറയണം. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വാട്ട്? 50. അതിനകത്ത് ഓപ്ഷൻ ഇങ്ങനെ കാണും. ഓപ്ഷൻ എ എന്നല്ല, 1 1 2 3 എന്നാണ്. 1 ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4. 1 10 moles, 20 moles, 30 moles, 50 moles. നിങ്ങളുടെ ആൻസർ എന്താ? 4. അപ്പോൾ ഈ 4 എന്ന് പറയുന്നൊരു കോളം ഉണ്ടാവും. അതായത് ഇങ്ങനെ ഇട്ടേക്ക് കോളം, അതായത് 1 2 3 4. അപ്പോൾ ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. നിങ്ങളുടെ ആൻസർ ഇവിടെ ക്ലിയർ ആയി. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ 4 സ്കോറാണ് കിട്ടിയിരിക്കുകയാണ്. 4 സ്കോർ. ബാക്കി ഒന്നിനകത്തൊന്നും ചെയ്യരുത്. ഇത് മാത്രം ഇതാക്കി ചെയ്താൽ മതി. നിങ്ങളുടെ ആൻസർ ഇവിടെ കിട്ടി. ശരിയായല്ലോ? അടുത്ത പറയട്ടെ. .022 ആണ് കറക്റ്റ്. 2 ഡെസിമൽ മതിയാവും. 2 ഡെസിമലിക്ക് അത്ര മതിയാവും. ഇത്ര ഇത് വേണ്ട. 6.023 എന്നല്ല, 6.022. 6.02 എടുത്താൽ 2 ഡെസിമൽ എടുത്താൽ മതി. എന്താ പറയട്ടെ? ശരിയായില്ല. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find the volume occupied by chlorine gas which contain 0.5 moles of oxygen. 5 moles of oxygen. Volume occupied. അപ്പോൾ ഏത് ഇക്വേഷൻ എടുക്കും? മോൾ ഈസ് ഈക്വൽ ടു വോളിയം നിൽക്കുന്നത് വോളിയം ഓക്യുപ്പൈഡ് ബൈ വി ബൈ 20.4. അപ്പോൾ therefore വോളിയം എല്ലാം എടുക്കേണ്ടത് വി ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മോൾ ഇൻറ്റു 20. ഒന്നും ആലോചിക്കാനില്ല. ഇത് ഇന്നെ കിട്ടണം. കറക്റ്റായിട്ട് കിട്ടും. മോളിന്റെ വാല്യൂ 0.5. ഒരുപാടൊന്നും ആലോചിക്കാൻ നിൽക്കരുത്. ആൻസർ ആയി. ഇത്ര വോളിയം ലിറ്ററിലായിരിക്കും. അപ്പൊ എത്ര ഒരു ആൻസർ? 11.2 വരും അല്ലേ? 5 20 2 11 11.2 ലിറ്റർ. അപ്പൊ ഓപ്ഷൻ കാണും. ഓപ്ഷൻ 22.4, ബി 1.24, സി 11.2 ലിറ്റർ, ഡി 1.12 ലിറ്റർ. നിങ്ങളുടെ ആൻസർ ഏതായാലും സി ആണ്. ഓപ്ഷൻ ഇങ്ങനെയല്ല വരുന്നത്. 1 2 3 4. ആൻസർ 3 ആണ്. അപ്പൊ 3 നിങ്ങൾ മാർക്ക് ചെയ്യണം. മാർക്കുകൾ ഡോക്ടറിന്റെ പറയാം. 11.2 ലിറ്റർ. വെരി ഗുഡ്. അടുത്തിരിക്കാം. അടുത്ത വേറെ ക്വസ്റ്റ്യൻ. Find the number of molecules
number of molecules of ammonia kept in a vessel of oleum one 1120 ml. 1120 ml. ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എഴുതാം. വോളിയം എഴുതാം 1120 ml. മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ എടുക്കും? ഒന്ന് എഴുതി കാണിക്കാമോ? ഏത് ഇക്വേഷൻ എടുക്കും? ഇതിനകത്ത് എങ്ങനെ ഇക്വേഷൻ എടുക്കും? വി തന്നിട്ടുണ്ട്, എൻ കണ്ടുപിടിക്കണം. എൻട്രൻസിനെ ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെയായിരിക്കും. ആ ഇക്വേഷൻ കാണിക്കാവുന്നുണ്ട്. വി ഉണ്ട്, എൻ കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. ആരും എഴുതി കാണുന്നില്ല. ഒരു മിനിറ്റ് സമയം കൊണ്ട് ഞാൻ തരാം. അരവിന്ദായി ഹാഫ് എ മിനിറ്റ് മോർ. പതിനഞ്ച് സെക്കൻഡുകളുണ്ട്. നിങ്ങൾ എഴുതിയില്ലേ ഞാൻ എഴുതും. അതെ, വാശിയാണ്. ആരോ എഴുതുന്നുണ്ട്? സമയം തീർന്നു. പലരും എഴുതി കഴിഞ്ഞു. എന്നാ നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. എന്താ ഓളി ഇതല്ലേ? ഇക്വേഷൻ ഇതല്ലേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇതല്ലേ? അപ്പൊ ഇത് തന്നെ എടുത്താ പോരെ. ഇതിനെ വേറെ മോളെന്ന് കണ്ടുപിടിക്കുന്നത്? മോള് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓളി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. അതില്ലെങ്കിൽ തന്നത് ഈ കൊട്ടേഷൻ. എളുപ്പമായിട്ട് ഒരുപാട് ചിന്തിക്കണ്ട. നമ്മൾ മറ്റൊന്നും ചിന്തിക്കണ്ട. എൻട്രൻസിന്റെ അങ്ങനെയാണ് സംഭവം. ഒരുപാട് ചിന്തിച്ചാൽ കാട് കയറിപ്പോയി നമ്മൾ ഒരു മിനിറ്റ് കാര്യം സാധിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വോളി തന്നിട്ടുണ്ട്, എൻ കണ്ടുപിടിക്കണം. ഈ കേസ് എടുത്താൽ മതി. വി ബൈ 22.4 ഇസിക്കൽ എൻ ബൈ 6.02 10 to 23. ഇതെത്താ മതി. ഇതിന് വിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വിക്കകത്ത് 1120 ബൈ ഇത് ലിറ്ററല്ല ml ആക്കി മാറ്റണം. 20,400 ml ആണോ? ഇത് ml ആകുമ്പോൾ ഇത് ml ആക്കി മാറ്റണം. അത് മറക്കരുത്. That's equal to n by 6.02 10 to 23. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് പാട് വരുന്നത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് പോയി
പെട്ടെന്ന് 0 0 120 120 2 6 n ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്യുമ്പോൾ 3.01 n is equal to what? 3.01 10 raised to 23. ആൻസർ റെഡി. കണ്ടോ? വേറെ പോണ്ട, നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നില്ല. അങ്ങനൊന്നും ആലോചിക്കണം. എൻട്രൻസ് അങ്ങനെ ആലോചിച്ച് പോകരുത്. ഈ ഈക്വേഷൻ തന്നിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് വോളിയം തന്നിട്ടുണ്ട്, n കണ്ടുപിടിക്കണം. Then put they take this values only. Then why to find out this number of moles? Don't worry. അതിന്റെ ആവശ്യമില്ല. ഇത് മാത്രം എടുക്കുക, then substitute ചെയ്യുക. Then you will get what? ഇതാണ്, ഇതൊരു സീക്രട്ടാണ്. ഈ സീക്രസി ആർക്കും പറഞ്ഞു കൊടുക്കരുത്. അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നേരെ വഴിക്ക് പോയി കഴിഞ്ഞാൽ, നേരെ വഴിക്കൊന്നും പോയി നമ്മൾ എൻട്രൻസ് രക്ഷപ്പെടാൻ പറ്റൂല. എല്ലാം കുറുക്ക് വഴിയായിരിക്കണം. നമ്മുടെ ലക്ഷ്യം ടു ഫൈൻഡ് ഔട്ട് ഹൗ നമുക്ക് we have to find out the answer and just to attain the goal, that is the 4 letters M B B S S. നമ്മുടെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് കുറുക്ക് വഴി നമുക്ക് നോക്കാം. ആ കുറുക്ക് വഴിയിലേക്കാണ് പോകേണ്ടത്. അല്ല നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് എത്ര സമയം പോകും? then put the value and equation ഓർത്തിട്ട് V N തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. you will get the answer very speedily and timely. ആ ടൈം ബൗണ്ടിൽ കിട്ടിയിരിക്കും. നിങ്ങൾ ചോദിക്കും, സാർ എല്ലാം ഈ 1 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പാടുള്ള കാണുമല്ലോ. അപ്പൊ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് 1 മിനിറ്റ് എടുക്കത്തില്ല. ഒരു മിനിറ്റ് നേരത്തെ തീർക്കും. ചിലത് നോക്കിയ ഉടനെ. who discovered? ക്വസ്റ്റ്യൻ കാണാം. who discovered atom is the smallest individual particle? അറിയാം, ജോൺ ഡാൾട്ടൺ. അവിടെ ഓപ്ഷൻ കാണാം. അതിന്റെ ഇവിടെ സമയം എടുക്കൂ? ഇല്ല. അവിടെ നമുക്ക് ഒരു 15 സെക്കൻഡ് നമുക്ക് ബൗൾ ചെയ്യാം. ബാക്കിയുള്ള 40 സെക്കൻഡ് അവിടെ സ്റ്റോറി നമ്മൾ റിസർവ് ചെയ്യാം. ആ റിസർവ് ചെയ്യുന്ന സാധനം ആ ടൈം എടുത്ത് മറ്റേ ഹാർഡിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ യെസ്, നമ്മുടെ കയ്യിൽ വരുന്നത് സൗഭാഗ്യത്തിന്റെ ലക്ഷണമായിരിക്കും. കുഞ്ഞുങ്ങളെ ഇത് മറക്കണം, അത് ഓർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫ്രെയിം, ഇത് ഫ്രെയിം ചെയ്യുക, നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഫ്രെയിം ചെയ്യുക. മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ്, V by 20.4, N by 6.0 10 raised to 23. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, ആൻസർ കിട്ടുക. കാൽക്കുലേഷൻ നിങ്ങൾക്ക് എന്തോ രീതി ചെയ്യാം. കട്ട്. ഇവിടെ നിങ്ങൾ ചോദിക്കുക എന്താ ഇങ്ങനെ ആക്കി മാറ്റിയെന്ന്. അതെ, ഇത് ലിറ്ററില ഓർക്കണം. ഇത് ML ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ML ആക്കി മാറ്റിയിട്ട് സൃഷ്ടി ചെയ്യുക. അല്ലെങ്കിൽ ഇതിന് ലിറ്ററിലാക്കി മാറ്റണം. എന്താണ് സൗകര്യം വെച്ചാൽ നിങ്ങളുടെ സൗകര്യം ചെയ്യുക. ML ആക്കി ചെയ്യുന്നത് എപ്പോഴും നല്ലത്, തെറ്റത്തില്ല. ഡെസിമലൊക്കെ ഇരിക്കുമ്പോൾ ഡെസിമല തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ കഴിയും. എഴുതിയല്ലോ, ഓപ്ഷൻ കിട്ടി. തുടക്കുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതുക. Find the number of molecules. Find the number of molecules occupied by 4.9 gram sulfuric acid. അപ്പൊ എന്താ അറിയിക്കുന്നത്? ഗ്രാം മാസ് ഉണ്ട് 4.9. നമ്പർ ഓഫ് മോളിക്യൂൾസ് n കണ്ടുപിടിക്കണം. ഏത് ഫോർമുലയാണ്? ഇത് എടുത്താൽ മതി. മാസ് ബൈ മോളിക്കുലാർ മാസ് ഈക്വൽ ടു n ബൈ 6.0 10 raised to 23. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. മാസ് 4.9, മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. ഹൈഡ്രജന്റെ ഒരു ഹൈഡ്രജൻ 1, 2 ഹൈഡ്രജൻ 2, സൾഫർ 32. ഇത് മിക്കവാറും തരും കേട്ടോ, സൾഫർ താണ്. ഓക്സിജൻ 64 കൂട്ടി 98 വരത്തില്ലേ? 98 ബൈ 98 സിക്കൽ ടു n ബൈ ആണ് കാൽക്കുലേറ്റ് ചെയ്ത്
ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, യു ഗെറ്റ് ദി ആൻസർ. അതാണ് കിട്ടുക. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 10 ഇട്ട് കൊടുക്കുക. 49 ഇവിടെ എത്ര 20 എന്ന് എഴുതാം. ഈ 20 ഇവിടെ 10 എഴുതി കഴിഞ്ഞാൽ ഇവിടെ 3.01 എഴുതാം. ഈ 10 ഇതോടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 20, 20, 23. Therefore answer is what? N is equal to 3.01 in 10 raised to 22. അങ്ങനെ ഓപ്ഷൻ അവിടെ കാണാം. ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അല്ല ഡയറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ തിയറി ഡയറക്റ്റ് പഠിച്ചോണം, പഠിച്ചെഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു കൊടുത്താൽ മതി. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ് ഈക്വൽ ടു V/20. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് തന്നോ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, മാസ് ഏരിയ കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, അനുസരിച്ച് കണ്ടുപിടിക്കുക. ഏതാണോ ഇവിടെ തന്നിരിക്കുന്നത് അനുസരിച്ച് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതനുസരിച്ച് ഇപ്പൊ ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഈ ഫോമിൽ എഴുതുക. ഇതാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോമിൽ എഴുതുക. അതനുസരിച്ച് ഫോമിൽ എഴുതുക, കണ്ടുപിടിക്കുക. ഈ പോയിന്റ് ബേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയണം. നമ്പർ ഓഫ് മോൾസ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ് ഈക്വൽ ടു V/20.4 ഈക്വൽ ടു N/6.0 10 raised to 23. ക്ലിയർ അല്ലേ? ആൻസർ ക്ലിയർ അല്ല? നോ ഡൗട്ട് എന്നിരിക്കുന്നു. ആൻസർ ക്ലിയർ അല്ല. നിങ്ങൾ കാൽക്കുലേഷൻ ക്ലിയർ ചെയ്തോ? ഞാൻ ഇത് തന്നെ ഉള്ളൂ. കാൽക്കുലേഷൻ ലെഫ്റ്റ് ഫോർ യു. ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ചെയ്തേക്കാണ്. നിങ്ങൾ സ്പീഡപ്പ് ചെയ്യുക, കാൽക്കുലേറ്റർ ഇങ്ങനെ ചെയ്യുക. ബട്ട് ഡോണ്ട് യൂസ് കാൽക്കുലേറ്റർ. Only the mind. Mind is the calculator. മാസ് ഉണ്ടല്ലോ, മാസ് ഉണ്ട്. എത്ര? 4.9. നമ്പർ ഓഫ് മോളിക്യൂൾസിൽ എഴുതിക്കേണ്ടത് N. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ ഇത് എടുക്കാം. ആദ്യം എടുക്കേണ്ടത് ഇതാണ്, മാസ് ബൈ മോളാർ മാസ്. ഏതാ എന്നിൽ കണ്ടുപിടിക്കേണ്ടത്? N എന്നുള്ളത് ഇതല്ലേ? അപ്പൊ N ഈ ഫോമിൽ എഴുതണം. N/6.0 10 raised to 23. കിട്ടിയതാ മതി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്നാണ്? മാസിന്റെ വാല്യൂ ഉണ്ട് 4.9 ബൈ മോളിക്കുലർ മാസ്. സൾഫ്യൂരിക് ആസിഡ് മോളിക്കുലർ മാസ് കണ്ടുപിടിച്ചവർക്ക് സൾഫർ ഹൈഡ്രജൻ എത്ര? 1 + 1 × 2 2. സൾഫറിന് 32. ഓക്സിജൻ 1 ഓക്സിജൻ ക്യാരീസ് 16. 4 ഓക്സിജൻ ക്യാരീസ് 64. കൂട്ടെ 98 which is equal to what? N/6.0 10 raised to 23. Only one unknown value N. N can be calculated. Calculate നോക്കിയാൽ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. 4.9 by 98 N/6.0 10 raised to 23. ഇത് കട്ട് ചെയ്യുമ്പോൾ 20 വരത്തില്ലേ? ഇതും ഇതോടെ കട്ട് ചെയ്യുമ്പോഴോ ഇവിടെ ഒരു 10 ഇട്ടിട്ട് 3.01 ആയിരിക്കും കൂടെ. ഇതും ഇതോടെ കട്ട് ചെയ്ത് 10 raised to 22 വരത്തില്ലേ? Therefore N is equal to what? 3.01 × 10 raised to 22. ഇത് എന്റെ ഒരു ഇതനുസരിച്ച് നിങ്ങളുടെ ഏത് രീതിയിലാണോ നിങ്ങൾ കാൽക്കുലേഷൻ പഠിച്ചേക്കാൻ ആ രീതി നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. അങ്ങോട്ട് കൊണ്ടുപോകോ ഇങ്ങോട്ട് കൊണ്ടുപോകോ എങ്ങനെ ചെയ്തോ ഇതെന്റെ ഒരു ഇത് കാണിച്ചേക്കുന്നത്. കാൽക്കുലേഷൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാൾ എളുപ്പമുള്ള മാർഗം നിങ്ങൾക്ക് കാണും. ഓക്കെ, ലെറ്റ് ഡു ദാറ്റ്. പറയാം. ഓക്കെ, ഇപ്പൊ സംശയമില്ല. ഇപ്പോൾ ഏതായാലും പറയുന്നത്
എന്താണോ തന്നിരിക്കുന്നത് ഈ ഒരു ഫോമുല നിങ്ങളുടെ മൈൻഡിൽ കുറിച്ചിട്ടേക്കണം. 10:22 ആണോ? 22 അല്ലേ വരുന്നത്? അല്ലേ? ആണ്. അതെ, ഈ 10 നിങ്ങളെ കട്ട് ചെയ്യുമ്പോൾ 10/22. ഈ 10/23. ഈ 10 നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ 10/22 ആവും. ഓക്കെ, ആ വരി. ഓക്കെ, ശരിയല്ലേ? ശരി, ഓക്കെ. ഇനി അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഇത് നിങ്ങൾ ഇന്ന് എൻട്രൻസ് പഠിച്ചത് ഇത് നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കുക. ഒരുപാട് തലവേദനയായിട്ടാണ് കുറെ കുട്ടികൾ കൊണ്ട് നടക്കുന്നത്. അങ്ങനൊന്നും കൊണ്ട് നടക്കരുത്. ഭയങ്കര പാടുപെടും. ടീച്ചർമാരൊക്കെ വേറെ രീതിയിലൊക്കെ പറഞ്ഞു തരും. എനിക്കറിയാതെ അങ്ങനെ വരുമ്പോൾ അവരും തന്നെ കഷ്ടപ്പെടും. ഇതെങ്ങനെ ചെയ്യിക്കാണ് ഒന്നും നിങ്ങൾ അറിയണ്ട. ഈ ഫോമുല അറിഞ്ഞാൽ ക്ലൂ ആണ്, ഒരു പ്രത്യേക കോഡാണ്. ആ കോഡ് അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. നിങ്ങളുടെ മുന്നിലേക്ക് ആൻസർ നിങ്ങളുടെ മുന്നിൽ ഒന്ന് നൃത്തം ചെയ്യും. യെസ്, എങ്കിലേ എൻട്രൻസ് ആവും, ഇല്ലേ മൺട്രൻസ് ആയി പോകും. നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട് പറയാനുണ്ടോ? ഇല്ല, ശരി. അപ്പൊ ഈ ഒരു പോയിന്റ് പുറത്തിട്ടോ? ആരും ഡൗട്ടില്ലല്ലോ? ഏത് എന്നാലും ചെയ്യണം. ഞാനിത് പഠിച്ചു, ഏത് വന്നാലും ചെയ്യണം. ഞാൻ ഇത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഇതെനിക്കറിയാം, ഇതിനെ ബേസ് ചെയ്ത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ചെയ്യും. അങ്ങനെ നിങ്ങൾ ടെസ്റ്റിനകത്ത് നോക്കി, ടെസ്റ്റ് നിങ്ങളുടെ ബുക്കിൽ ഇവിടെ ഒക്കെ അവൈലബിൾ ആണ്. ടെസ്റ്റിനകത്ത് നോക്കി നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് ഉണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അല്ലാതെ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾ നിൽക്കരുത്. ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ 2 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ ഒരു പ്രിപ്പയർ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ചിലരെ മനസ്സിൽ കാണും ഇത് കഴിയുമ്പോൾ എല്ലാം കൂടെ എൻ്റെ കൊച്ചുങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മമാരായി കുഴപ്പമുണ്ടാകുന്നു. അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ എന്തിനാ കുഞ്ഞുങ്ങളെ തലവേദന ഉണ്ടാക്കുന്നത്? 1 കൊല്ലം കഴിയുമ്പോൾ 1 കൊല്ലം റിപ്പീറ്റിന് വിടാം. എന്തിനാ കുഞ്ഞുങ്ങൾ അങ്ങനെ റിപ്പീറ്റിന് വിടുന്നത്? എന്തിനാ സമയം കളയുന്നത്? ഇപ്പൊ തന്നെ ട്രൈ ചെയ്തിട്ട് അപ്പൊ അതെല്ലാം ട്രൈ ചെയ്ത് പോകുമ്പോൾ നോട്ട് ഓൺലി ഫോർ ദിസ് എൻട്രൻസ് തിയറിക്ക് ഹെൽപ്ഫുൾ ആണ് കുഴപ്പം ഇത്. അപ്പൊ തിയറിയുടെ കൂടെ തന്നെ പോയി കഴിയുമ്പോൾ റെഡി ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇന്ന് തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം വരെ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം. ഓക്കെ, ബൈ, സീ.